ഹലോ. ഇതിപ്പോൾ ബിഗ് ബോസ് കുനിറ്റ് പിക്കിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, ഔട്ട്സൈഡ് ബിഗ് ബോസ് കുനിറ്റ് പിക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആക്ച്വലി ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കൂടെ ബിഗ് ബോസ് മലയാളം സീസൺ 6.A അല്ലെങ്കിൽ 6A എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇപ്പോൾ 5ന്റെ അടുത്തൊരു പോർഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്ട് എവർ, രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം മെയിനായിട്ട് നോക്കുന്നത്. ഫോക്കസ് ചെയ്യുന്ന മാരാറുടെ ലൈവ് 3 അല്ലേ, 3 ആണോ 4 ആണോ? ഞാൻ 3 എന്നാണ് വിളിക്കുന്നത്, ഞാൻ നോക്കേണ്ടത് 3ാമത്തെ ആയിരുന്നു. എനിവേസ് മാരാറ് അവസാനത്തെ ലൈവ് 2 ഇനി മേലെ ഞാൻ ഒരു കാര്യത്തിനും പറയാനില്ല, എനിക്ക് പറയാനെല്ലാം പറഞ്ഞ് തീർത്തു എന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷേ പുള്ളിയേരം ഉണ്ടായിരിക്കുന്ന ആളല്ലാത്തതുകൊണ്ടും ഇന്നലെ രാത്രിയാണ് ഞാൻ കാണുന്നത്, റിനോഷിന്റെ ഒരു വീഡിയോ വന്നിരുന്നു. റിനോഷ് അതിന്റെ കാര്യം എന്താണെന്ന് അപ്പം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കേൾക്കാനും നിന്നില്ല, എന്നാന്ന് ഓടിച്ചൊക്കെ അങ്ങനെ കേട്ടങ്ങനെ വിടുമായിരുന്നു. പക്ഷെ ശരിക്കും മനസ്സിലാവാതിരുന്ന ഒരു കാര്യം, റിനോഷ് എന്തിനാണ് ഇപ്പൊ വന്നുകൊണ്ട് ഈ സീസൺ 5 നടന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കരയണേന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് റിനോഷ്? ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ അഖിൽ മാരാറിന്റെ കോൺട്രവേഴ്സി വരുന്നു. ഓക്കെ, ഇങ്ങനൊരു സീൻ ഉണ്ടെന്ന് പറയുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ റെമ്യൂണറേഷന്റെ കാര്യത്തിലോ ഇതിലൊക്കെ ഇത്രയും ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നു. ഇവരെ പോലുള്ള കണ്ടസ്റ്റൻസ് അഖിൽമാരാർ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല എന്നല്ലേ ശരിക്കും ഇതിലൂടെ ഈ വികാരാധീനായിട്ട് ചോദിക്കണ്ടേ? അഖിൽമാരാർ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാനോ ഒരു എന്താ പറയാ, ഇതിനെതിരെ ഒരു മറുപടി ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടില്ല, ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. എന്നിട്ട് റിനോഷ് എന്തിനാണ്, അല്ലെങ്കിൽ ഇപ്പൊ റിനോഷിനെ മാത്രമല്ല, ഞാനിപ്പോ ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ പേജിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കാണാം, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തന്നെയാണല്ലോ. ഇനിയിപ്പോ നേരെ PR-ന്റെ അയിര് കളിയായിരിക്കും. ഓരോരുത്തർ അഖിൽമാരാറിന് ചെയ്ത കാര്യങ്ങൾ, അഖിൽമാരാറിന് ആശുപത്രി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് അഖിൽമാർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അങ്ങനെയൊക്കെ വിട്ട് കുറെ കമ്പാരിസൺ അത് ഇതൊക്കെ വെച്ചുകൊണ്ട് അനോണിമസ് പോസ്റ്റും അല്ലാത്ത പോസ്റ്റും ഒക്കെ ആയിട്ട് ഫീഡിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തലയിലോട്ട് ഇനി പല വഴിക്കുന്ന ഏഷ്യാനെറ്റ് ഫീഡ് ചെയ്യാൻ നോക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അഖിൽമാരാർ കുറച്ച് വിവരമുള്ള മനുഷ്യനായതുകൊണ്ട് പുള്ളിക്കാരെ സ്ട്രേറ്റ് അതെല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ വീഡിയോ തന്നെ പുള്ളി പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ വരും എന്നുള്ളത്. അതിൽ ആദ്യം തന്നെ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വന്നത് ഇപ്പൊ റിനോഷാണ്. ഇപ്പൊ സീസണിൽ നമ്മൾ കണ്ടല്ലോ റിനോഷ് നന്നായിട്ട് സംസാരിക്കും. ഞാൻ റിനോഷ് ഫാൻ ആയിരുന്നു ഒരു സമയം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം അഖിൽമാരാരുടെ എതിരായിരുന്നു. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ചുള്ള സീസൺ 5 ഏറ്റവും അടിപൊളിയുള്ള കാര്യം. അപ്പൊ റിനോഷിനെ കുറച്ചധികം പൊക്കി കാണിച്ചത് കൊണ്ടായിരുന്നോ എനിക്കും ഇഷ്ടപ്പെട്ടു പോയിരുന്നെന്ന് എനിക്ക് സംശയമുണ്ട്. വാട്ട് എവർ, ചോദ്യം ഇതാണ്, റിനോഷ് എന്തിനാ ഇപ്പൊ വന്നുകൊണ്ട് സീസൺ 5 കാര്യങ്ങൾ ഇങ്ങനെ പിറക്കി പറയുന്നത്? മറ്റേ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മെക്സിക്കൻ അപാരതയിൽ ഇതിന്റെ കൊടിയുടെ രണ്ടുപേരും ഇരുന്നിട്ട് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന പോലെയുണ്ട് റിനോഷിന്റെ വന്നിരുന്നുള്ള കരച്ചില്ല. അത്രയും സില്ലി ആയിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ മാരാർ ഇന്നത്തെ റിവ്യൂ വന്നു കഴിഞ്ഞപ്പോ മാരാറ് ഞാൻ വിചാരിച്ച് പത്തി താണെന്നുള്ളതാണ്. കാരണം ഇന്നലത്തെ ഹൈദരാലിയുടെ റിവ്യൂ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി ഇത് സംസാരിക്കുന്നത് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഇതെന്ന് തോന്നിയാണ് തൽക്കാലം ഇതിലോട്ട് കയറിയത്. അപ്പൊ ഹൈദരാലിയുടെ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, മരിച്ച് ശ്രമിക്കുന്നുണ്ട് എങ്ങനെയും മാരാറ് വായിന്ന് ഈ രണ്ടുപേരെ പേര് കൊണ്ടുവരാനോ അല്ലെങ്കിൽ സ്ത്രീ ആരാണോ പീഡിപ്പിക്കപ്പെട്ടെ അവരുടെ പേര് കൊണ്ടുവരാനോ ആയിട്ട്. എനിക്കറിയത്തില്ല, പുള്ളിക്കാരൻ താഴാവുന്നതിന്റെ പരമാവധി താണു നോക്കുന്നുണ്ട്. എന്നിട്ടും പുള്ളി മാരാറ് എല്ലാത്തിനും വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. ഹൈദരാലിക്ക് എനിക്ക് തോന്നുന്നു ഹൈദരാലിക്ക് ഒരു ടാർഗറ്റ് കൊടുത്തിട്ടാണ് ചാനൽ വിട്ടേക്കണേന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ബേസ് സംസാരം. ഓക്കെ, ഈ പേര് നീ ഡിസ്ക്ലോസ് ഈ ഇന്റർവ്യൂടെ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഗോണ പേ ദിസ് മച്ച്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കാം. അല്ലാണ്ട് എന്താണ് ഹൈദരാലിയോട് ഡിസപ്പോയിന്റ് ആയിട്ട് ശ്രമിക്കാണ്ട് കിട്ടാണ്ടായിട്ട് മാരാടുത്ത് ദേഷ്യപ്പെടാണ്. എന്നാൽ പിന്നെ നിങ്ങൾ സ്ത്രീകളുടെ പേര് പറയാം, ഞാൻ അതല്ലോ അല്ലയോ എന്ന് പറയാതൊക്കെ പറയുന്ന സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിവേസ് അതൊരു വേറെ വീഡിയോ ആയിട്ടുണ്ട്. ഈ 3rd ലൈവില് മാരാറ് അതിനെപ്പറ്റി ഒന്നും പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഒന്നല്ല, റിനോഷ് ഇട്ടിട്ട് രണ്ടു കൊട്ടാണ് കൊടുക്കാൻ പോയത്. അപ്പം ത്രൂ ഔട്ട് ദ ലൈവ് ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടും വലിഞ്ഞിട്ടും പോകുന്നു. പക്ഷെ മാരാറ് പറയുന്നുണ്ട് കേൾക്കാൻ രസമുണ്ട്. എന്നാലും ആ ബേസിക് കാര്യങ്ങളൊന്ന് പറഞ്ഞ് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. പഴയ ബിഗ് ബോസും പഴയ ബിഗ് ബോസിന്റെ ചർച്ചകളൊക്കെ അവിടെ എടുക്കട്ടെ, നേരെ എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നോട്ട് വർത്ത് ടു ഡിസ്കസ്. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഇനാഗുറേഷൻ ഡാൻസും പരിപാടി പാട്ടും കാര്യങ്ങളൊന്നും കണ്ടിരുന്നില്ല. അപ്പൊ അതിനകത്ത് മാരാറ് കപ്പ് വിന്നർ ഉണ്ടായിരുന്നില്ല, റിനോഷും ജുനൈസും ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഒരു ഐ ഓപ്പണിംഗ് തിങ് ആയിരുന്നു. അപ്പൊ നേരത്തെ റിനോഷ് എന്തിനാണ് ഇത്രയും കാണിച്ചെന്നുള്ളതിന് അപ്പം തന്നെ എനിക്ക് ആൻസർ കിട്ടി. കാരണം ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ അത് കേൾക്കുമ്പോൾ മൊത്തം നിന്നാണ്. കാരണം റിനോഷിനെ വീഡിയോ കണ്ടാൽ അറിയാം മാരാറ് പറഞ്ഞാൽ വെൽ സ്ക്രിപ്റ്റഡ് ആണ്. അതായത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ന ചോദ്യം എൻ്റെ അടുത്ത് വരും, ഏഷ്യാനെറ്റ് എനിക്ക് എന്തെങ്കിലും തന്നിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് എന്തുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തു. അതായത് എതിരെ വരാൻ ഇതിനോട് ചോദ്യം വരാനുള്ള സാധനങ്ങളൊക്കെ റിനോഷ് കൃത്യമായിട്ട് ഡിഫൻസ് വെച്ച് സംസാരിച്ചു പോവാണ്. ആൻഡ് മാരാറ് പറയുന്ന പോലെ നമ്മുടെ ഷോയിലും കണ്ടുള്ളതാണ്. റിനോഷ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു സ്ട്രക്ചറാക്കി സംസാരിച്ച് അത് സെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മാരാറ് പറഞ്ഞത് വിശ്വസിക്കാനാണ് ഇവിടെയും എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ അതല്ല ഇതിന്റെ ഹൈലൈറ്റ്. വെറുതെ കഷ്ടപ്പെട്ട് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിനോഷിനെ മറ്റേ ഹൾക്കെടുത്ത് ലോക്കീൻ അടിക്കുന്ന അടിയുണ്ടല്ലോ, അതിലും കഷ്ടമായിട്ട് അടിച്ച് തോന്നണം. മണ്ടൻ കുണുവാവേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. നീ മറ്റേ വീട്ടിൽ കയറി കാണിക്കുന്ന പരിപാടിയല്ല. സോ മാരാറ് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, റിനോഷ് പറഞ്ഞ പോലെ എനിക്ക് എന്തിനു പൊളിറ്റിക്സിൽ പോകേണ്ട ആവശ്യമുണ്ടോ, ഇനിയിപ്പോൾ നീ പറഞ്ഞുകൊണ്ട് ഞാൻ പോവാതിരിക്കോ, അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ചെക്ക ഞാൻ
ഞാൻ പണ്ട് തൊട്ടേ നിന്നിട്ടുള്ളതാണ്, അല്ലാണ്ട് ഇപ്പം ഇതിനു വേണ്ടി ഇങ്ങനെ വഴിവെട്ടിക്കൊണ്ടിരുന്ന ആവശ്യമില്ല. പിന്നെ മാരാർ ലൈം ലൈറ്റ് വരാൻ വേണ്ടി എന്നാണ് തീരെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ മുകളിൽ വഞ്ചി ബോട്ട് കയറ്റി മാരാർ നൈസായിട്ട് ഇങ്ങ് വരുവാണ് എന്നുള്ള റോഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പൊളിച്ചങ്ങ് അടക്കുന്നുണ്ട്. സോ വാട്ട്സ് ഹിസ് കറന്റ് സ്റ്റാറ്റസ് എന്ന് മാരാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട്, മൂവീസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരുടെയൊക്കെ തൊട്ട് പറയുന്നുണ്ട്. സോ എല്ലാം വെടിക്കെട്ടുകാരന്റെ പട്ടീനെ ഉടുക്കൂട്ടി പേടിപ്പിക്കലേ എന്ന് പറയുന്ന സീനിലാണ് റനൂഷ് പോയി പെട്ടത്. മാരാറ് അത് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പുള്ളിയുടെ പാസ്റ്റും പറയുന്നുണ്ട്, പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ അവസ്ഥയിൽ എത്തിയെന്നുള്ളതും. മാരാറിന്റെ ഒരു മാരാർ ഷോയാണ് ലൈവിൽ കാണുന്നത്. കാരണം വളരെ പതിയെ അങ്ങ് തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ കത്തി കയറി അവസാനം പട്ടായിട്ട് അടിച്ചിട്ട് അങ്ങോട്ട് മാറി കിടക്കട കുണുവാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം സീൻ. സോ വേറെന്താണ് പറയാനുള്ളത്? ജുനൈസിനെ പറ്റിയും പിന്നെ നാദ്രേനെ പറ്റി പറയുന്നുണ്ട്. യെസ്, നാദ്രേനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ നാദ്രയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കേട്ടിട്ടില്ല. എന്തായാലും അഖിൽമാരവർക്കെതിരെ നാദ്ര പറഞ്ഞറിയുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഷോ ഇപ്പോഴത്തെ ഫോളോ ചെയ്യുന്നവർക്കുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിഷേക് ശ്രീകുമാറിന്റെ, അതായത് LGBT കമ്മ്യൂണിറ്റിക്കെതിരെ എന്തോ പറഞ്ഞു എന്നുകൊണ്ട് അത്രയും സീൻ ഉണ്ടാക്കിയതിന് പിന്നിൽ നാദ്ര ആൻഡ് ടീമാണ് എന്നറിയാൻ സാധിച്ചത് ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാരാറിനെ വിളിച്ചിരുന്നു. അതായത് ഈ പറഞ്ഞ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് മാരാറിനെ വിളിച്ചിരുന്നു. മാരാർ അതിന് പോയിട്ടില്ല. കാരണം പുള്ളിക്ക് അതിൽ അത്ര പ്രശ്നം തോന്നിയില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനിടയിൽ നടന്നത് എനിക്ക് അറിയത്തില്ല. ഓൾറെഡി പുറത്തുണ്ടായിരുന്ന കാര്യമാണ്. എന്തായാലും എനിക്കതൊരു പുതിയ ന്യൂസ് ആയിരുന്നു. അപ്പൊ ദാറ്റ് വാസ് സർപ്രൈസിങ്. നന്ദിയില്ലാതെ നാദ്രാന്ന് അഖിൽമാരാർ പറയുന്നുണ്ട്. കാരണം ഞാനും കണ്ടാണ് കഴിഞ്ഞ സീസണിൽ നാദ്രാൻ അത്രയും കാര്യമായിട്ട് തന്നെ പുള്ളിക്കാരൻ കൊണ്ടുവരുന്നത്. അവിടേക്കാണ് മാരാറോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിപ്പോയത്. ഇയാളൊരു മെയിൽ ഷോണിസ്റ്റ് ആണെന്നും മറ്റൊക്കെ കരുതിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ കംപ്ലീറ്റ്ലി മാറ്റിയതിൽ ഒരു പങ്ക് നാദ്രയുടെ അടുത്ത് മാരാർ പെരുമാറിയതുണ്ട്. പക്ഷേ നാദ്ര ഐ ഡോണ്ട് നോ, നന്ദി കാണിക്കണോ, അതൊക്കെ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അതൊരു ഗെയിമാണ്, വിട്ടുകളഞ്ഞേക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം, നാദ്രയുടെ ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഇപ്പോൾ നടക്കുന്ന ഷോയിൽ അഭിഷേക് ശ്രീകുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഉണ്ട് എന്നറിഞ്ഞത് ഒരു പുതിയ ന്യൂസ് ആണ്, അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. മാരാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പെൺകുട്ടികളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ രണ്ടാളുകളുടെ, അതായത് ചാനലിൽ ടോപ്പിലിരിക്കുന്ന രണ്ടാളുകളുടെ പേര് പറയാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് ലൈവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനും എല്ലാവരും എടുത്തിട്ട് പച്ചത്തെറിയും വിളിക്കുന്നുണ്ട്. പറയുന്ന കാര്യം ന്യായമാണ്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ പേര് പറയുക എന്നുള്ളത് ഒട്ടും ന്യായമല്ല. അതായത് അന്ന് ആദ്യത്തെ റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞു ഇതൊരു ഇരുതലവാളാണ്, ഇതിങ്ങനെ പോകത്തുള്ളൂ, ചോര പൊടിയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചോര പൊടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെയൊക്കെ ഇത് കൊണ്ടാലും എൻഡ് ഓഫ് ദ ഡേ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാരൻ വന്നിരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങളല്ല ഈ രണ്ടുപേർ അല്ലെങ്കിൽ ഇന്ന പെണ്ണാണെന്ന് പുള്ളി പറയാൻ പറ്റില്ല. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, വൃത്തികേടാണ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവർക്കൊക്കെ ഇത് ഓർത്ത് ടെൻഷൻ ആവില്ലേ എന്ന് ഹൈദരാലി ചോദിക്കുമ്പോൾ മലയാളം തിരിച്ചു നോക്കിയാൽ നിങ്ങളൊരു കാര്യം, ആർക്കൊക്കെയാണ് വിഷമാവുന്നത് അവരുടെ പേര് പറ. അപ്പൊ ഒരു പേര് വിഷമമാകില്ലേ എന്ന് ചോദിക്കുന്ന ഒരു പേര് പറയാൻ പോലും ഹൈദരാലിക്ക് പറ്റുന്നില്ല. ഞാൻ എന്തിനാ പറയണേ എന്നുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പേടിക്കുന്നുണ്ട്. സോ വിഷയം അത്രയും സീൻ കോൺട്ര വിഷയം ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിലും ന്യായമായും അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഈ വിഷയം ഇത് സിബിന്റെ കേസിൽ എടുത്ത് ഇടണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഇത് ആരെങ്കിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തറിയണ്ടേ, ഇതിനൊക്കെ ഒരു സമയം ഉണ്ടാവണ്ടേ. സെക്കൻഡ്ലി ഈ പറഞ്ഞ രണ്ടുപേരുടെ കാര്യവും മാരാർ പറയുന്നത് ശരിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലുള്ളവർക്ക് അറിയാം. പിന്നെ നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, മാരാർ ഇവർ രണ്ടുപേരെ പേര് സ്ട്രേറ്റ് ഇപ്പോൾ ഹൈദരാലിയുള്ള ഇന്റർവ്യൂ ആണ് പിന്നെ എന്റെ തലയിൽ വരുന്നത്. പുള്ളിയും പറയുന്നത് പുള്ളിക്കറിയാം മാരാർ പറയുന്ന രണ്ടുപേരും ആരാണെന്നുള്ളത്, പക്ഷെ ജനങ്ങൾക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഒരു പേറ്റ് വേണ്ടേ? ഇപ്പോൾ ചാനലിന് ഈ പറഞ്ഞ ആൾക്കാരെ പിരിച്ചു വിട്ട് ഒരു റേറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടാൻ വേണ്ടേ അവർക്ക്? അപ്പൊ ഈ പേര് മാരാർ പറയാതിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും ഇന്റേണലി തന്നെ പിരിച്ചു വിട്ട് ചാനൽ വീണ്ടും മുന്നോട്ട് പോയിട്ട് മാരാർ വാസ് വെരി ക്ലിയർ ഓൺ ദാറ്റ്. എനിക്ക് ശേഷം പ്രളയം എന്നൊരു ചിന്ത അങ്ങേർക്കില്ല. ഇനിയും ഈ ഷോ മുന്നോട്ട് നടക്കണം. ഈ ഷോ നല്ല രീതിക്ക് പോകുമ്പോൾ ഈ ഷോയുടെ ഇന്ന സീസൺ 5 വിന്നറാണ് ഞാൻ അഭിമാനത്തോടെ പറയാൻ സാധിക്കണം എന്നുള്ളതാണ് പുള്ളിക്ക്. ഹി ഹാസ് എ പോയിന്റ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഷോ നിർത്തിക്കാന്നുള്ളതല്ല ഉദ്ദേശം. ആരാണ് ഉദ്ദേശം? ആ രണ്ടുപേര് അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ കീടം അതിനെടുത്ത് മാറ്റി നന്നായി കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് വാക്കുകൊണ്ടെങ്കിലും പുള്ളി ജയിക്കുന്നുണ്ട്. ഇപ്പൊ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആരും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ആരെ വിശ്വസിക്കാം എന്നുള്ളത് നോക്കുന്നുള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി ക്ലിയർ. റിനോഷിന് കാര്യമായ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. റിനോഷിന്റെ കൂടെ ഇനി എന്താണ് 50ാമത്തെ ആഘോഷമായിട്ട് റിനോഷിന്റെയും ജുനൈസിന്റെയും കൂടെ ഇരുന്നിട്ട് ഡിന്നർ കഴിക്കാനുള്ള, മാരീഡ് ഇരുന്ന് ഡിന്നർ കഴിക്കാനുള്ള ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം കൂട്ടി വായിക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ഐ സെഡ് ബിഫോർ, റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്. അതിനെല്ലാം ക്ലിയർ ആണ്. പിന്നെ ഇതുവരെ തുറക്കാത്ത ബിഗ് ബോസ് ക്രൂ ടീമിനോടാണ് ചോദ്യം, ഉളുപ്പുണ്ടോ?